പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണ തിരുനാളാണ് ഇന്നു മുതൽ ആരാധനക്രമ വത്സരത്തിൽ തേജസ്കരണ കാലം ആരംഭിക്കുന്നു. പെന്തിക്കോസ്തി കാലത്തിനു ശേഷം തേജസ്കരണ കാലം വരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് വിശ്വാസ പരിശീലന ദിനമായി, സൺഡേ സ്കൂൾ ദിനമായി ആഘോഷിക്കുന്നു. തിരുസഭയുടെ മർമ്മപ്രധാന ശുശ്രൂഷയാണ് വിശ്വാസ പരിശീലനം. സഭയായും അതിരൂപത, രൂപത, വൈദിക ജില്ല, ഇടവക തലങ്ങളിലായി വിശ്വാസ പരിശീലന ശുശ്രൂഷയുടെ ഏകോപനവും നേതൃത്വവും പ്രവർത്തനവും നടന്നു വരുന്നു. തിരുസഭയുടെ സത്യവിശ്വാസ പരിപാലനത്തിനായി ജീവിത സാക്ഷ്യം കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും പങ്കാളികളാകുന്ന ഏവരെയും നമുക്ക് വിശുദ്ധ ബലിയിൽ സമർപ്പിക്കാം. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമർപ്പിതരും അധ്യാപകരും മാതാപിതാക്കളും വിശ്വാസ പരിശീലനം സ്വായത്തമാക്കുന്ന കുഞ്ഞുങ്ങളും ഈ ദിനത്തിൻ്റെ പ്രശംസയ്ക്കും അനുമോദനത്തിനും അർഹരാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന 2 കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങളുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവീൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. സമാന്തര സുവിശേഷകന്മാർ മത്തായിയും മർക്കോസും ലൂക്കായും കൂടാതെ പത്രോസിൻ്റെ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം അഥവാ തേജസ്കരണ പെരുന്നാൾ. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് 6 ദിവസം കഴിഞ്ഞായിരുന്നു രൂപാന്തരീകരണമെന്ന് മത്തായി സുവിശേഷകനും മർക്കോസും വ്യക്തമാക്കുന്നു. ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് രൂപാന്തരീകരണം 8 ദിവസങ്ങൾ കഴിഞ്ഞാണ് എന്നാണ്. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച 1-ാം പ്രവചനമാണ് രൂപാന്തരീകരണ പശ്ചാത്തലം. യേശുവിൻ്റെ പീഡാസഹനം മൗക്തീകരണത്തിനുള്ളതാണ് എന്ന സ്വർഗത്തിൻ്റെ സ്ഥിരീകരണമാണ്
തേജസ്കരണം. 3 വിധത്തിലുള്ള പ്രാധാന്യം രൂപാന്തരീകരണത്തിന് കൽപ്പിക്കപ്പെടുന്നു. 1, യേശുവിൻ്റെ 1-ാം പീഡാനുഭവ പ്രവചനം ശിഷ്യരിൽ ഉളവാക്കിയ നടുക്കം മറികടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. 2, പിതാവിൻ്റെ സ്വരം, എൻ്റെ പുത്രൻ, മേഘം എന്നിവ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നു. 3, യേശു നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ഇത് സമർത്ഥിക്കുന്നു. മോശ നിയമത്തെയും ഏലിയ പ്രവാചകന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നു. ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് എന്നാരംഭിക്കുന്ന വിവരണം സൂചിപ്പിക്കുന്നത് ആഴ്ചയുടെ 1-ാം ദിവസം എന്നാണ്. ഒരാഴ്ചയ്ക്ക് 7 ദിവസം. അത് കഴിഞ്ഞു വരുന്ന 8-ാം ദിനം ആഴ്ചയുടെ 1-ാം ദിനം. ഇത് കർത്താവിൻ്റെ ദിവസമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിൻ്റെ ദിവസമാണ്. പ്രാർത്ഥനാ ദിനമായ ഞായറാഴ്ചയാണ്. മൗത്രീകൃതനായ കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിനമാണ്. യേശുവിന് രൂപമാറ്റമില്ല. എങ്കിലും യേശു മഹത്വത്തോടെ 3 അപ്പോസ്തലന്മാർക്ക്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 3 കൂട്ടി പ്രാർത്ഥിക്കുവാൻ താബോർ മല കയറുന്ന യേശു 1843 അടി ഉയരമുള്ള താബോർ മല ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ കാലത്തും ക്രൈസ്തവ പാരമ്പര്യത്തിലും വളരെ അധികം പ്രാധാന്യമുള്ള മലയാണ്. ഗലീലി തടാകത്തിൻ്റെ തെക്കേ അറ്റത്ത് 19 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മല. 89-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിലും ജെറമ്യായുടെ പുസ്തകം 46-ാം അധ്യായം 18-ാം തിരുവചനത്തിലും താബോർ മലയെ രൂപഭംഗി കൊണ്ട് കർമ്മല മലയോടും ഹെർമോൻ മലയോടും താരതമ്യം ചെയ്യുന്നു. ബൈബിൾ പണ്ഡിതർ പറയുന്നത് നിയമാവർത്തനം 33-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ബലികൾ അർപ്പിക്കാൻ ജനതകൾ പർവ്വതത്തിലേക്ക് വരുമെന്ന് മോശയുടെ ആശീർവാദ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്ന മല താബോർ മലയാണെന്നും അവിടെ ഒരു ആരാധന സ്ഥലം ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 12, 22, 33 എന്നീ തിരുവചനങ്ങളിൽ താബോർ ആദ്യമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഇസാക്കർ, നഫ്താലി, സെബുലൂൺ ഗോത്രങ്ങൾക്ക് അവകാശമായി കിട്ടിയ പ്രദേശങ്ങളുടെ അതിർത്തിയായിരുന്നു താബോർ. സിസേറയെ തോൽപ്പിക്കാൻ ബാറാക്കിൻ്റെ നേതൃത്വത്തിൽ നഫ്താലി, സെബുലൂൺ ഗോത്രങ്ങൾ ഒത്തുചേർന്നത് താബോർ മലയിലാണ്. മിദിയാൻ രാജാക്കന്മാരായ സേവായും സൽമൂനായും ഗിദയോൻ്റെ സഹോദരനെ കൊന്നത് ഈ മലയിൽ വെച്ചാണ്. ചരിത്രകാരനായ ജോസെഫോസിൻ്റെ വിവരണമനുസരിച്ച് അന്ത്യോക്യസ് 3-മനാണ് താബോർ മലയിൽ കോട്ട പണിതത്. യേശുവിൻ്റെ രൂപാന്തരീകരണം നടന്ന മലയുടെ പേര് സുവിശേഷകന്മാരാരും നൽകുന്നില്ല. രൂപാന്തരീകരണം താബോർ മലയിലാണ് നടന്നതെന്ന ക്രൈസ്തവ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ അമ്മ ഹെലേന രാജ്ഞി AD 326 ഇവിടെ ഒരു ദേവാലയം പണിതു. മല ആരാധന സ്ഥലമാണ്. ജനങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്നു. യേശു പ്രാർത്ഥനയ്ക്കും ദൈവഹിതം ആരായുന്നതിനും മലമുകൾ തിരഞ്ഞെടുക്കുന്നു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി പ്രാർത്ഥിക്കാൻ യേശു മലയിലേക്ക് കയറിപ്പോയി എന്നാണ് ലൂക്കാ വിവരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന യേശു ലൂക്കായുടെ അവതരണത്തിൽ
പ്രത്യേകം ശ്രദ്ധ നേടുന്ന വിഷയമാണ്. പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. യേശു പ്രകാശപൂരിതമായ 8-ാം ദിവസം ഞായറാഴ്ച പ്രകാശത്തിൻ്റെ പെരുന്നാൾ ദിനമാണ്. ദൈവജനം പ്രകാശത്തിൻ്റെ സ്ലീബ ദർശിക്കുന്ന കർത്താവിൻ്റെ ദിനം. അപ്പോസ്തല സംഘത്തിനുള്ളിലെ ഒരു മൂവർ സംഘം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ബാക്കി 9 പേർക്ക് ലഭിക്കാത്ത വെളിപ്പെടുത്തലുകൾക്ക് സാക്ഷിയാകുന്നു. ഈ മൂവരും ഉൾപ്പെടുന്ന ചെറു സംഘത്തെ യേശു മലയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് സഹനദാസനായ യേശുവിൻ്റെ മഹത്വം കാണാനാണ്. മൂവരെ കൂട്ടി യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. മോശ 70 ശ്രേഷ്ഠന്മാരെ കൂടാതെ പേര് പറയപ്പെട്ട 3 പേരെ, അഹറോൻ, നാദാബ്, അബീഹു എന്നിവരെ കൂട്ടി മലയിലേക്ക് കർത്താവിനോട് സംസാരിക്കുവാൻ പോയി. മോശയുടെ സീനായി മല കയറ്റത്തിൽ 5 കാര്യങ്ങൾ കാണാം. 1, മൂവർ സംഘം ഉണ്ട്. 2, സീനായി മലയിൽ കർത്താവിൻ്റെ മഹത്വം കാണപ്പെട്ടു. 3, കർത്താവിൻ്റെ ദിവസമായ 7-ാം ദിവസം മേഘം മലയെ ആവരണം ചെയ്തു. 4, മോശ കർത്താവിനോട് സംസാരിച്ചു. 5, മോശയുടെ മുഖം തേജോമയമായി. രൂപാന്തരീകരണ മലയായ താബോറിൽ യേശുവിൽ 5 കാര്യങ്ങൾ കാണാം. 1, യേശുവിനോട് കൂടെ മൂവർ സംഘം ഉണ്ട്. കൂടെ നടക്കുന്ന മൂവർ സംഘം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 2, താബോർ മലയിൽ ദൈവമഹത്വം ദർശിച്ചു. 3, 8-ാം ദിവസമായ ഞായറാഴ്ച മല മേഘാവൃതമായി, മേഘം അവരെ ആവരണം ചെയ്തു. 4, പ്രാർത്ഥനാനിരതനായ യേശു. 5, യേശുവിൻ്റെ മുഖം തേജോമയമായി. കൂടെ നടന്ന് മല കയറിയ മൂവർ സംഘം കർത്താവിനോട് സംസാരിച്ച തേജോമയനായ മോശയെ കണ്ടു. യേശുവിനോട് കൂടെ നടന്ന് മല കയറിയ മൂവർ സംഘം തേജോമയനായ യേശുവിൻ്റെ മുഖം ദർശിച്ചു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, മുഖം മറ്റൊന്നായി. സീനായി മലയിൽ കർത്താവിനോട് സംസാരിച്ച മോശയുടെയും മുഖഭാവം മാറി. മോശയുടെ മുഖം തേജോമയമായി, മഹത്വമുള്ളതായി. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒഴികെ ജനത്തോട് സംസാരിക്കുമ്പോൾ മോശ മുഖാവരണമിട്ടു. അത്രമാത്രം പ്രകാശിതമായിരുന്നു ദൈവത്തെ ദർശിച്ച മോശയുടെ മുഖം. യേശു പ്രാർത്ഥിച്ചപ്പോൾ ദൈവമഹത്വം യേശുവിൻ്റെ മേൽ പ്രശോഭിച്ചു. യേശുവിൻ്റെ വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു, വെളുത്ത് മിന്നൽ പോലെ വെട്ടിത്തിളങ്ങി. വെളുത്ത് മിന്നൽ പോലെ വെട്ടിത്തിളങ്ങുക, വെണ്മയോടെ ശോഭിക്കുക എന്നത് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ സൂചനയാണ്. വെണ്മ സ്വർഗീയ മാലാഖമാരുടെ വസ്ത്രത്തിന് നിറമാണ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും അടയാളമാണ്. നീതിമാൻ്റെ രൂപാന്തരീകരണമാണ് യേശുവിൻ്റേത്. മുഖഭാവമാറ്റവും മിന്നിത്തിളങ്ങുന്ന വസ്ത്രവെണ്മയും ദൈവിക മഹത്വത്തിൻ്റെ അടയാളങ്ങളാണ്. മോശയും ഏലിയായും മഹത്വത്തോടെ കാണപ്പെട്ടു.
അവർ യേശുവിനോട് സംസാരിക്കുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെയും ലൂക്കാ സുവിശേഷകൻ്റെയും കാലത്തെ പരമ്പരാഗത യഹൂദ വിശ്വാസമായിരുന്നു മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത്. മോശയുടെ സ്വർഗാരോപണം എന്നൊരു കൃതി തന്നെ ഉണ്ട്. മോശയും ഏലിയായും പഴയ നിയമം മുഴുവൻ്റെയും സാക്ഷികളാണ്, പ്രതിനിധികളാണ്. സീനായി മലയെ എന്ന പോലെ ദൈവമഹത്വം മോശയെയും ഏലിയായെയും ആവരണം ചെയ്തിരുന്നു. മോശയും ഏലിയായും താബോർ മല രൂപാന്തരീകരണ സമയത്ത് സംസാരിച്ചത് ഉടനെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് പഴയ നിയമം മുഴുവൻ യേശുവിൻ്റെ തിരുഗ്രന്ഥപ്രകാരമുള്ള ജെറുസലേം പുറപ്പാടിനെക്കുറിച്ച്, കടന്നുപോകലിനെക്കുറിച്ച് സംസാരിക്കുന്നു. യേശുവിൻ്റെ ജെറുസലേം പുറപ്പാട് ഇഹലോക ശുശ്രൂഷയുടെ പൂർത്തീകരണവും മൗത്തീകരണത്തിലേക്കുള്ള എടുക്കപ്പെടലുമാണ്. ഇസ്രായേലിൻ്റെ പുറപ്പാട് ജെറുസലേം കടന്നുപോകലിലൂടെ പൂർത്തിയാക്കുന്നവനാണ് യേശു. യേശുവിൻ്റെ ജെറുസലേം പുറപ്പാട് സഹനത്തിലേക്കും മരണത്തിലേക്കും ഉയർപ്പിലേക്കും സ്വർഗാരോഹണത്തിലേക്കും പുനരാഗമനത്തിലേക്കുമുള്ള പുറപ്പാടാണ്. ഈ ജെറുസലേം പുറപ്പാടിൻ്റെ മുൻകുറിയാണ്, മുൻ അനുഭവമാണ് താബോർ മലയിലെ രൂപാന്തരീകരണം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മോശയുടെയും ഏലിയായുടെയും സാക്ഷ്യം യേശുവിൻ്റെ ജെറുസലേം കടന്നുപോകലിനെ സ്ഥിരീകരിക്കുന്നു. മൂവർ സംഘം പത്രോസും കൂട്ടരും നിദ്രാവിവശരായിരുന്നു എന്ന പരാമർശം ഒലിവ് മലയിലെ ഗത്സമനേം തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ശിഷ്യരുടെ നിദ്രാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിദ്രാവിവശരായിരുന്നിട്ടും ഉണർന്നിരുന്നവരാണ് താബോർ മലയിലെ പത്രോസും കൂട്ടരും ശിഷ്യന്മാർ. ഡിയഗ്രെ ഗൊറേസാനറ്റ്സ് എന്ന ഗ്രീക്ക് പ്രയോഗം അർത്ഥമാക്കുന്നത് നിദ്രാവിവശതയിലും പൂർണ്ണമായി ഉണർവുള്ളവർ എന്നാണ്. ഇത്തരക്കാരാണ് യേശുവിൻ്റെ മഹത്വം ദർശിച്ചത്, പ്രത്യക്ഷപ്പെട്ട മോശയെയും ഏലിയായെയും കണ്ടത്. യേശുവിൻ്റെ മഹത്വം ദർശിക്കുന്നതിനും പൂർവപിതാക്കന്മാരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നതിനും നിതാന്ത ജാഗരണം അനിവാര്യമാണ്. മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ, അപ്രത്യക്ഷരാകുമ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, യേശുവിനും മോശയ്ക്കും ഏലിയായിക്കും. ദൈവമഹത്വം താബോർ മലയിൽ പ്രകാശിച്ചു നിൽക്കുന്ന അനിർവചനീയമായ സ്വർഗീയ കാഴ്ച ദർശിച്ച പത്രോസ് താൻ എന്താണ് പറയുന്നതെന്ന് നിശ്ചയമില്ലായിരുന്നു പത്രോസിന്. കൂടാരം പുറപ്പാട് സംഭവത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. കൂടാരം ദൈവ സാന്നിധ്യബോധത്തിൻ്റെ പ്രതീകമാണ്. യേശുവിന് പുറപ്പെടണം, ജെറുസലേമിലേക്ക് പുറപ്പെടണം, ദൈവഹിതം നിവൃത്തിയാക്കണം. കൂടാരം കെട്ടി താമസിക്കാനാവില്ല. മോശയ്ക്കും ഏലിയായിക്കും സമനായ പ്രവാചകനല്ല യേശു. ജെറുസലേം കടന്നുപോകലിൻ്റെ അർത്ഥം ഇനിയും പൂർണ്ണമായി ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. യേശുവിൻ്റെ മഹത്വം ദൈവപിതാവിൻ്റെ മഹത്വമാണ്, ദൈവീക മഹത്വമാണ്. സുറിയാനി പിതാക്കന്മാർ പറയുന്നത് യേശു ദൈവപിതാവിൻ്റെ രശ്മിയായിരുന്നു എന്നാണ്. താബോർ മലയിലെ കൂടാരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരും അഥവാ മരിച്ചവരും ജീവിക്കുന്നവരും ദൈവിക സാന്നിധ്യ അവബോധത്തിലായിരിക്കുന്ന
സ്വർഗീയ ആരാധനയുടെ ഇടമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഇന്നും ജീവിക്കുന്നു. വചനമായ ദൈവത്തിൻ്റെ മഹത്വം പേറുന്ന മേഘം അവരെ ആവരണം ചെയ്യുന്നു. ശിഷ്യന്മാർ ഭയപ്പെട്ടു. ദൈവസാന്നിധ്യബോധം ദൈവിക ഭയം ജനിപ്പിക്കുന്നു. മേഘത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ സ്വരം കേട്ടു. ദൈവപിതാവ് മേഘത്തിൽ എഴുന്നള്ളി യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവീൻ. സ്വർഗീയ ആരാധനയിൽ ദൈവവചനത്തിന് വലിയ സ്ഥാനമുണ്ട്. ഏവൻഗലിയോൻ്റെ എഴുന്നള്ളിപ്പും മർവാസായുടെയും മണിയുടെയും ധൂപകുറ്റിയുടെയും മെഴുകുതിരിയുടെയും ഒക്കെ അകമ്പടി സൂചിപ്പിക്കുന്നതാണ്. തിരുവസ്ത്രമണിഞ്ഞ പുരോഹിതൻ ദൈവവചനം കൈകാര്യം ചെയ്യുന്നത് സൂചിപ്പിക്കുന്നതാണ്. മേഘം അവരെ ആവരണം ചെയ്തു, മറച്ചു എന്നത് മോശയുടെയും ഏലിയായുടെയും കാലം കഴിഞ്ഞു, യേശുവിൽ ഒരു പുതുയുഗ പിറവി ആരംഭിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു. യേശു മാത്രം കാണപ്പെട്ടു. ഇനി ദൈവപുത്രനായ യേശുവിൻ്റെ കാലം. മോശയെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുന്ന യേശുവിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കേണ്ടുന്ന കാലം. യേശുവിൻ്റെ വാക്ക് ശ്രവിക്കുവീൻ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായുള്ള പ്രാർത്ഥനാവേളയിൽ ശ്രവിച്ച ദൈവപിതാവിൻ്റെ സ്വരം ഇഹലോക ശുശ്രൂഷ പൂർത്തിയാക്കി ജെറുസലേം കടന്നുപോകലിന് ആരംഭം കുറിക്കുമ്പോഴും പ്രതിധ്വനിക്കുന്നു. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവപിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുന്ന ക്രൂശിക്കപ്പെട്ടവനാണ്. യഥാർത്ഥത്തിൽ തലയോടിടം എന്നർത്ഥമുള്ള ഗോകുൽത്തായും ക്രൂശിതനും താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ സന്നിഹിതരാക്കപ്പെടുന്നു. യേശുവിൻ്റെ പീഡാസഹന, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രണ്ടാം വരവിൻ്റെയും മുന്നാസ്വാദനമാണ് രൂപാന്തരീകരണം. യേശു സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ശിഷ്യസമൂഹത്തെ പ്രാപ്തമാക്കുന്ന സംഭവം യേശുവിൻ്റെ ഒന്നാം പീഡാനുഭവ പ്രവചനത്തോടെ ആരംഭിക്കുന്നു. മേഘത്തിൽ നിന്നുണ്ടായ അനാദിയിലെ വചനം ദൈവപിതാവിൻ്റെ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു എന്നത് ദൈവവചനത്തിൻ്റെ മാംസധാരണത്തെയും മനുഷ്യാവതാരത്തെയും രക്ഷാകര രഹസ്യത്തിൻ്റെ യേശുവിലുള്ള പൂർത്തീകരണത്തെയും സൂചിപ്പിക്കുന്നു. ശിഷ്യർ മൗനം അവലംബിച്ചു എന്നത് മനുഷ്യാവതാര രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനത്തെ സൂചിപ്പിക്കുന്നു. ജെറുസലേം കടന്നുപോകലിലൂടെ യേശുവിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷ എല്ലാ യേശു ശിഷ്യർക്കും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും കൂടാര ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവമഹത്വത്തിൻ്റെയും പ്രഘോഷിക്കപ്പെടേണ്ട ദൈവരാജ്യ രഹസ്യങ്ങളുടെയും വിഷയമാണ്. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നത് ശിഷ്യർക്കാണ്. ജെറുസലേം സംഭവം പൂർണ്ണമാകുന്നത് വരെ, രക്ഷാകര രഹസ്യങ്ങൾ പൂർണ്ണമാകുന്നത് വരെ രഹസ്യ സ്വഭാവമുള്ളതാണ് മേഘ ആവരണത്തോടെയുള്ള ഈ സ്വർഗീയ വെളിപ്പെടുത്തലുകൾ. ഇവ പ്രഘോഷിക്കപ്പെടേണ്ടത് ശിഷ്യർ പ്രേക്ഷിതരായി മാറുന്നതും ശിഷ്യർ ദൈവിക രഹസ്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കപ്പെടുന്നതും പരിശുദ്ധാത്മ ആവാസത്തോടെയാണ്. നമ്മൾ പ്രേക്ഷിതരാണ്, യേശുവിൽ പൂർണ്ണമായ രക്ഷയുടെ പ്രേക്ഷിതർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.